ദ പൊറാട്ട സ്റ്റോറി ഏറ്റവും മികച്ച ഡയറക്ടർ. സത്യം പറയാലോ, രോമാഞ്ചം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. ഓക്കെ, കഥ പറയാം. ഒരു പാർട്ടി ഇലക്ഷൻ സമയം. ആ പാർട്ടി ഇലക്ഷന് കുറച്ച് കാലം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. ഇതിനു മുമ്പും പല സിനിമകൾ ചെയ്ത് പരാജയപ്പെട്ട് സൈഡിൽ മൂഞ്ചി കുത്തിയിരിക്കുന്ന ഒരു സംവിധായകൻ. അയാളുടെ അടുത്തേക്ക് കുറച്ച് പ്രമുഖർ വരുന്നു. പ്രമുഖർ വന്ന ശേഷം അയാളോട് പറയുന്നു, എന്താ ചേട്ടാ, പണിയൊന്നുമില്ലേ? വീട്ടിലിങ്ങനെ കുത്തിയിരുന്നാൽ മതിയോ? വീടിനൊരു ഭാരമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡൊക്കെ വേണ്ടേ? ഇങ്ങനെ പരാജയപ്പെട്ടിരുന്നാൽ മതിയോ? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറയാലോ, അയാളുടെ കണ്ണ് നിറഞ്ഞുപോയി. അയാൾ എന്താ ചെയ്യേണ്ടത്? അപ്പം തന്നെ കുനിഞ്ഞു നിന്ന രോമോ എഴുന്നേറ്റ് നിന്ന് അയാൾ 2 ഡയലോഗ് അടിച്ചു. എന്താ അടിച്ചെന്നേരം? വേണം തിളയ്ക്കണം രക്തം, ചുവക്കണം ഭാരതം. അതെ, അങ്ങനെ അയാളൊരു പടം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിത്തിരിക്കുന്നു. പക്ഷെ വെറുതെ ഒരു പടം ചെയ്താൽ പോരാ, പടയ്ക്ക് ശക്തമായിട്ടുള്ളൊരു കണ്ടൻറ്റ് വേണം. ശക്തമായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടുന്നൊരു കണ്ടൻറ്റ് വേണം. ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ളൊരു കണ്ടൻറ്റ് വേണം. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കണം. കണ്ട ഞെട്ടുന്ന സിനിമ ഉണ്ടാക്കണം. രാജ്യത്തിന് പുറത്തുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇതാണോ ഇന്ത്യ? ഇങ്ങനെയാണോ ഇന്ത്യ? ഇങ്ങനെയാണോ ഈ ഒരു വിഭാഗം? ഇങ്ങനെ ചിന്തിക്കണം. അതായത് ഈ വിഭാഗം തെറ്റാണെന്നും മറ്റൊരു വിഭാഗം ശരിയാണെന്നും മുദ്ര കുത്തണം. ഇത് ത്രൂ നല്ല വോട്ടിംഗ് കിട്ടണം. ഇത് ത്രൂ അന്ധമായി പലരും ഇന്ത്യയെ മറ്റൊരു രീതി കാണണം. ഇങ്ങനെയുള്ളൊരു സിനിമ നിനക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ദേശീയ അവാർഡ് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് തരാം. ഒരു പുട്ടുംകുറ്റി പോലെയുള്ള ഒരു പൊറാട്ട സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ അയാൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. എത്ര പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പൊറാട്ട എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. പൊറാട്ടയും ബീഫും അത് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ അധികവും ഞാൻ കഴിക്കാറ് മുട്ട റോസ്റ്റും പൊറാട്ടയുമാണ്. കാരണം അതിലുള്ളിയുണ്ട്. അങ്ങനെയാണ് പൊറാട്ട എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഉണ്ടാകുന്നത്. നിങ്ങളൊരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അറിയാത്തതാണോ നിങ്ങളെ അതിൽ നിന്ന് തടയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ സാധിക്കും. ഒന്നെങ്കിൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ലിസ്റ്റിലേക്കോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ബന്ധപ്പെടുക. പടം വിചാരിച്ചതിനേക്കാൾ വേറെ ലെവൽ. പടം കണ്ടവനും നിന്നവനും വഴിയെ പോയവനും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതെന്ത് തേങ്ങ. മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ഇന്ത്യയിലെ പൊറാട്ടകളെല്ലാം ഇങ്ങനെയാണെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൊറാട്ട സ്റ്റോറി ഇറങ്ങിയല്ലോ, പക്ഷെ കേരളത്തിലെ പൊറാട്ട ഇങ്ങനെയല്ല. അപ്പോൾ ആളുകൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, പൊറാട്ടയെ പൊറാട്ടയായി കാണൂ, പൊറോട്ടയെ ബീഫും കൂട്ടി കടിക്കൂ. അതെ, ഇതിൽ എന്താണ്? പൊറാട്ടയിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും വന്നു എന്ന് വരാം, പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവരങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി? നമ്മൾ പൊറാട്ടയെ പൊറാട്ടയായിട്ട് തന്നെ കണ്ടു. ഇതിനെതിരെ പ്രതിഷേധിച്ച ആളുകൾക്കോ കാര്യത്തിനോ ഈ പൊറാട്ടയെ തൊടാൻ പോലും പറ്റിയില്ല. കാരണം എന്താണ്? പൊറാട്ട എന്നൊരു വികാരമാണ്. അതുകൊണ്ട് തന്നെ പൊറാട്ടയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം കപ്പയും ദോശയും ഉപ്പുമാവും ഇഡ്ഡലിയും പുട്ടും ചപ്പാത്തിയും ഒക്കെ ഇറങ്ങി. പക്ഷേ അതിനൊന്നും അവർക്ക് അതായിട്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് സുകുമാരൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. നടനോ സോഹൻലാൽ. സിനിമയുടെ പേര് ഓർമ്മയില്ലേ? ഷെയ്ത്താൻ. ആ പടം വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൊറാട്ട കമ്പനി മുന്നോട്ട് വന്നിട്ട് പറയുവാണ്, ഇത് ഉപ്പുമാവല്ല, ഇത് പുട്ട് പോലെയുണ്ട്. അതുകൊണ്ട് ഉപ്പുമാവിനെ ഞങ്ങൾക്ക് പുട്ടായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഉപ്പുമാവ് കട്ട് ചെയ്ത് പുട്ടാക്കണം. അങ്ങനെ പൃഥ്വിരാജ് സുകുമാരൻ്റെയും സോഹൻലാലിൻ്റെയും ഷെയ്ത്താൻ എന്ന് പറഞ്ഞ പടം ഇവർ കട്ട് ചെയ്യാണ്. ഇപ്പോൾ എന്ത് പറ്റി? എന്ത് മൂഡ്? പൊളി മൂഡ്. ഉള്ളത് പറയാലോ, ഈ സിനിമ കണ്ട ആർക്കും ഒരു പൊറാട്ട സ്റ്റോറി വളരെ മോശമായിട്ടുള്ള ഒരു പൊറാട്ട ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും സങ്കടം എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തോളം ഈ ഒരു സംവിധായകനെ ഇവരിട്ട് അങ്ങോട്ട് വലിപ്പിച്ചു. ഇപ്പം അവസാനം 2023 അവാർഡ് അങ്ങോട്ടൊക്കെ അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ പറയുകയാണ്, രോമം എഴുന്നേറ്റ് കുനിഞ്ഞു നിന്ന് കരഞ്ഞു. എന്താല്ലേ, ജീവിതത്തിൻ്റെ യാത്രയിൽ ചില സംഭവങ്ങൾ ഇങ്ങനെയുണ്ടാവും. നമ്മൾ ഒരുപാട് വട്ടം തോറ്റു എന്ന് വരാം. അങ്ങനെ തോറ്റൂന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനത്തെ ഓരോരുത്തർ വരും. അപ്പോൾ ഇത് പലർക്കും ഒരു പ്രചോദനമാണ്. കണ്ടില്ലേ, ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ വിജയിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പൊറാട്ട സ്റ്റോറിയുടെ ഡയറക്ടർ.
സത്യത്തിൽ പൊന്നാടയൊക്കെ ഇയാൾക്ക് അണിയിച്ചു കൊടുക്കണം. ഒരുപാട് പൊന്നാടകൾ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ സിനിമയെ മാത്രമായിട്ട് കണ്ടാൽ മതിയല്ലോ. അത്രയും എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നായികയൊക്കെ സംസാരിക്കുന്ന മലയാളം ഹൃദയത്തിൽ നിന്ന് തുളുമ്പി പുറത്തേക്ക് വരുന്നതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു ആത്മാർത്ഥതയ്ക്ക് ശരിക്കും എനിക്ക് അയാളോട് പറയാനുള്ളത് ഇതിനേക്കാൾ ഭേദം കക്കാൻ പോകുന്നതാണ്. ഇത് കൊടുക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ ഭേദം വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ്. എടോ, നിങ്ങൾ എത്ര സിനിമകൾ കണ്ടു? ഇപ്പോൾ മലയാളത്തിൽ നിന്ന് തന്നെ സിനിമ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഹിന്ദി, തമിഴ്, എത്ര ലാംഗ്വേജസിൽ എത്ര സിനിമകൾ. അതിൽ ആടുജീവിതമൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ബെസ്റ്റ് സിനിമ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെൻഷൻ അതൊരു മലയാളി ആയതുകൊണ്ടല്ല. എത്ര ഹിന്ദിയിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡ, എന്നിട്ടൊന്നും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത ഈ ഒരു വൃത്തികെട്ട സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ബെസ്റ്റ് ഡയറക്ടർ, അതും ബെസ്റ്റ് ഡയറക്ടർ. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജൂറിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ കൊടുത്ത മറ്റുള്ള പല ഷാറുഖ് ഖാനടക്കം അവാർഡ് കിട്ടി എത്രത്തോളം ആളുകൾ ഈ ജൂറിയിൽ വിശ്വസിക്കും? ഉറങ്ങായിരുന്നു അവർ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പൊറോട്ട സ്റ്റോറിക്ക് കിട്ടിയ പൊറോട്ടേൻ്റെ ആൾക്കാർക്കും പിന്നെ അതിൽ ഛായാഗ്രഹനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പുള്ളി നന്നായിട്ട് തന്നെ പൊറോട്ട എങ്ങനെയാണ് കേരളത്തിൽ അടുക്കേണ്ടതെന്നുള്ളത് ക്യാമറയിൽ പകർത്തി. അപ്പോൾ ഇതേപോലെ വീണ്ടും പൊറോട്ട സ്റ്റോറിയായിട്ട് വീണ്ടും വരിക. നമ്മൾ കേരളത്തിൽ ആരും കാണാതിരിക്കുക, ബാക്കിയുള്ളവർ കാണുക. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കേട്ട് ബേജാറാവണ്ട. അപ്പോൾ സിനിമ എന്താണെന്നുള്ളതല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ. നിർബന്ധമായിട്ട് ലോകത്തിൽ പല ഭാഗത്തായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു 33 ത്രില്ലേഴ്സ് ഇതാ ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ പ്രശ്നം കഴിയും. അപ്പോൾ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ നടത്തുന്ന ഫിലിം മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങിനെയും കോഴ്സിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി.